അങ്ങനെ ഇന്ന് ഉത്സവത്തിന്റെ 3ാമത്തെ ദിവസമായി. ഇന്ന് തന്നെയാണ് പൊങ്കാല. എല്ലാവരും വെളുപ്പിനെ തന്നെ വന്ന് സ്ഥലം പിടിച്ചതാണ്. നമുക്ക് പിന്നെ സ്ഥലം പിടിക്കേണ്ട ആവശ്യമില്ല, വീടിന്റെ ഫ്രണ്ടിലാണ് ഇടുന്നത്. എന്റെ പൊങ്കാലക്കലം ഇതാണ് ഗേസ്, കണ്ടില്ലേ ഒരു ആനച്ചൻ. പിന്നെ ഇതാണ് ഗേസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആള് ക്യാമറ കണ്ടോണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ പൊങ്കാല ഇടുന്നോണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എടുത്തവരുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ ഇസ്കി വാങ്ങിച്ചു. പിന്നെ പൊങ്കാല എന്തിനാ ഇടുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടി എനിക്കറിയാവുന്ന ചെറിയ കാര്യം ഞാൻ ഷെയർ ചെയ്യാം. കണ്ണകി എന്നൊരു സ്ത്രീയുടെ കഥയോടെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. കണ്ണകിയുടെ ഭർത്താവിനെ അന്യമായി കുറ്റം ചുമത്തി കൊലപ്പെടുത്തിയതിനെ തുടർന്ന് കണ്ണകി ക്രോധത്തോടെ മധുരൈ നഗരം ശപിച്ച് നശിപ്പിച്ചു എന്നാണ് വിശ്വാസം. പിന്നീട് കണ്ണകി ശാന്ത രൂപത്തിൽ കേരളത്തിലേക്ക് എത്തി ഇന്നത്തെ ആറ്റുകാൽ ഭഗവതി ദേവിയായിട്ട് ആരാധിക്കപ്പെടും. കണ്ണകി ഒരു വീടിന്റെ മുന്നിൽ വിശ്രമിക്കാൻ എത്തിയപ്പോൾ ആ വീട്ടമ്മ സ്നേഹത്തോടെ ഭക്ഷണം നൽകി സ്വീകരിച്ചതിന്റെ ഓർമ്മയായി സ്ത്രീകൾ ദേവിക്ക് വേണ്ടി സ്നേഹത്തോടെയും ഭക്തിയോടെയും കൂടി പാകം ചെയ്യുന്ന നേർച്ചയാണ് പൊങ്കാല. ഇതൊരു ആചാരമായിട്ട് മാത്രമല്ല, ഭക്തിയും ശ്രീശക്തിയും ഐക്യവും എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു അനുഭവം. എനിക്കറിയുന്ന കഥ ഇങ്ങനെയാണ്. ഇതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ഇടും. ഇതിലെ പുകയും വെയിലും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഒരുമാതിരി തീരുമാനമായി. എനിക്ക് ഇതുപോലുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടിയത് കൊണ്ട് ആശ്വാസമായി. പൊങ്കാല ഇടുന്നവർ കലം എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ആദ്യത്തെ പന്തിയായി. ഒരു 1.5 ഉന്നം വെച്ചായെങ്കിലും സദ്യക്ക് കയറിയിരുന്നു. കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തെല്ലാം തലതിരിഞ്ഞ് വിളമ്പി പോകുന്നത്. തലതിരിഞ്ഞാണ് ഗൈസ് ഞങ്ങൾ ഇരുന്നത്. അതുകൊണ്ട് വിളമ്പുന്നവർ ഞങ്ങളെ കണ്ടില്ല. അവസാനമാണ് എല്ലാം കൂടെ വിളമ്പിയത്. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് ആയിരുന്നു ഗൈസ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ കൊച്ചു പിടിക്കിട്ട് നല്ല അടിപൊളി ഒരു ഡാൻസ്. പിന്നെ ഈ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. ഇത് സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ട്. നാട്ടിലെല്ലാവരും കൂട്ടിച്ചേർത്ത് 3 ദിവസത്തെ ഉത്സവം ഇവിടെ കഴിഞ്ഞു. ഇനി നാളെ മുതൽ എല്ലാം പഴയ പോലെ.